ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലത്തിന് ശേഷം ഒരു ചെറിയൊരു കല്യാണ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ മാരേജ് ഫംഗ്ഷനാണ്. അപ്പോൾ 3 ദിവസത്തെ വീഡിയോ ഞാൻ ഒപ്പരാക്കിയിട്ട് ചെറിയൊരു വ്ളോഗാക്കിയിട്ടിടാണ്. അപ്പോൾ ഇന്ന് തലേന്ന് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഗ്രൂം ടു ബി നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് വന്നിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു പ്രശ്നം വന്നു വെച്ചാൽ ബ്രൈഡ് ടു ബി എന്നായിപ്പോയി. നമ്മൾ മോഡൽ പറഞ്ഞ അതേപോലെ പോയി ചെയ്തത്. ഗ്രൂം ടു ബി എന്ന് എഴുതേണ്ടത് ബ്രൈഡ് ടു ബി ആയിപ്പോയി. അപ്പോൾ ആ ഒരു ചെറിയ പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക്, ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ. അപ്പോൾ ഇന്ന് രാത്രി നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പുറത്തൊന്നും ആരുമില്ല. ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ കേക്ക് കട്ടിങ് ആണ്. ഉപ്പാക്കും ഉമ്മാക്കും കേക്കൊക്കെ കൊടുത്ത് പിന്നെ ഫ്രണ്ട്സേക്കും പിന്നെ ഫാമിലിക്കൊക്കെ എടുക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ചിലവർക്കൊക്കെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു വീഡിയോ ആണിത്. അന്ന് തന്നെ പിന്നെ ചെക്കൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുന്ന ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ മൈലാഞ്ചി കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കളിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. മോളും ഉണ്ട് അവരുടെ കൂടെ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ആ കേക്കൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അപ്പം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഇന്ന് കസിൻസുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നാളെ എത്തുള്ളൂ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. 1 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയാണ്. കാരണം അവിടെ ഒരു 2 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ എത്തിയാണ് കേട്ടോ. അങ്ങനെ ഷാനൊക്കെ ഫ്രണ്ട്സുകളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മളെ ഫാമിലിയൊക്കെ ഒരു ട്രാവലർ ഉണ്ട് കുറച്ച് അപ്പുറത്ത്. അപ്പം നമ്മൾ അവിടേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ട്രാവലറിലേക്ക് കയറാൻ വേണ്ടി എന്നെ നോക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ട്രാവലറിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കാറിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തിയിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെത്തി. പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് ഇനി ആ പെണ്ണിനായിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഹാളിൽ സ്റ്റേജിലേക്ക് പോവാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സുകൾ നല്ല അലമ്പാക്കുന്നുണ്ട് കേട്ടോ. ഓരോ റൊമാൻറ്റിക് സ്റ്റൈലിൽ പൂവെടുക്കാനൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അന്ന് രാത്രി തന്നെ വീട്ടിൽ വെച്ചിട്ട് ഒരു പാർട്ടി ഉണ്ട്. വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ബ്ലാക്ക് കളറാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. അപ്പോൾ അന്ന് ബ്ലാക്ക് സാരി എടുത്തത്. ഇതൊക്കെ ചെറിയ ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി പിറ്റേന്നാണ് നമ്മളെ കല്യാണ മെയിൻ പരിപാടി. പിറ്റേന്നാട്ടോ 28-ാം തീയതിയാണ് പരിപാടി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു വീഡിയോയും കൂടി ഇതിലുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കൊൽക്കളി ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം.
നമ്മൾ പരിപാടിക്ക് വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ആണത്. അപ്പോൾ അന്ന് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അന്നത്തെ വീഡിയോസും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും എന്തോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു 2 ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ മോളിതാ ഇങ്ങനെ മുന്നിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷൂട്ട് ചെയ്തതാണ്. പിന്നെ അന്നത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതപ്പോൾ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ വീഡിയോസും കുറവാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുതുക്കക്കാർ അവിടുന്ന് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരും. അപ്പോൾ അവരൊക്കെ എത്തിയാണ്. ഒരു ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ പെണ്ണിനെ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പെണ്ണിനായിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് അവിടെ ഹിബ എന്നാണ് പെണ്ണിൻ്റെ പേര്. അപ്പോൾ ഹിബ ഇന്ന് അവിടെയാണ് നിൽക്കുക. ഹിബ പിറ്റേന്നെ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി കാണിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. ഇതൊക്കെയാണ് കേട്ടോ കല്യാണ വ്ളോഗ്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.